പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം, അതിൻ്റെ 2-ാം വാക്യവും 7-ാം വാക്യവും. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആമേൻ, സ്തോത്രം. ഇത് ദാവീദ് രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയും ആരാധനയും എന്നുള്ള വിഷയമാണ്. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. അത് നമ്മൾ ഈ സങ്കീർത്തനം ഓർപ്പിക്കുന്നു. 7-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അവസാനം, നമുക്ക് 7-ാം വാക്യത്തിൻ്റെ അവസാനം ഭക്തിയോടെ ആരാധിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയും ആരാധനയുമുള്ള വ്യക്തിയുടെ ജീവിതം വളരെ ധന്യമാണ്. സാക്ഷ്യജീവിതം അല്ലാത്തവരുടെ പ്രാർത്ഥന, വിശുദ്ധിയും വേർപാടുമില്ലാത്തവരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയും ആരാധനയും ദൈവം സ്വീകരിക്കത്തില്ല. അതുപോലെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം, ആര് പ്രാർത്ഥിക്കണമെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്കൊരു നിശ്ചയമുണ്ടായിരിക്കണം. ആരോട് പ്രാർത്ഥിക്കണം, ആര് പ്രാർത്ഥിക്കണമെന്ന്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നു. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അപ്പോൾ നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. അതുപോലെ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ആര് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ എപ്പോഴും നമ്മളെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്ക് പൂർണ്ണതയിലൊക്കെ ആയിത്തീരുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും കഴിവതും വചനമനുസരിച്ച്, ഈ വചനം പ്രമാണിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് അതിരില്ല, അനുഗ്രഹത്തിന് അതിരില്ല. അപ്പോൾ നീതിമാന്മാരുടെ മേൽ അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. മനസ്സലിവും കരുണയുമുള്ള, മഹത്വവും ബലവുമുള്ള ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദാവീദിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശബ്ദമൊക്കെ ദൈവം കേട്ടു, മറുപടി കൊടുത്തതുകൊണ്ടാണ് ഇന്നും നമ്മൾക്ക് ആ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ, ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമുക്കുണ്ടാകും. അതുപോലെ 141-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് എൻ്റെ തലയ്ക്ക് എണ്ണ, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദോഷങ്ങളെ പ്രാർത്ഥന കൊണ്ട് നേരിട്ട ദാവീദിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന് പ്രശ്നങ്ങളുണ്ടാക്കാനോ പ്രതികൂലത്തിനായിട്ടോ ഒന്നും പോയില്ല, പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ കൂടി സകലതും ലഭിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ശത്രുക്കളും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ദാവീദ്. എന്നാൽ അതിനെയെല്ലാം പ്രാർത്ഥന കൊണ്ട് ജയിച്ചു എന്ന് നമുക്ക് വേദപുസ്തകം തെളിവായി തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ പ്രാർത്ഥന മാത്രം മതി. ഈ ദൈവസഭയിൽ നമുക്ക് കരയാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ നമുക്ക് കടന്നു ചെല്ലാം. അതിന് ഈ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകെന്നെ, നിന്നിഷ്ടം പോലെ
ആകേണമേ. നിൻ സന്നിധേ ഞാൻ താണിരിക്കും. നിൻ വചനമാം കണ്ണീരിനാൽ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ സന്ധിക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാധുര്യമേറിയൊരു സങ്കീർത്തനം ധ്യാനിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കും ദാവീദിനെ പോലെ എല്ലാ പ്രയാസ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധികളുടെയും നടുവിൽ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കട്ടെ. ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഭവനവും പരിസരവും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ പ്രത്യേകിച്ച് സമർപ്പിക്കുന്നു. ഈ രാത്രികാലം സൗഖ്യത്തോടും സമാധാനത്തോടും ഉറങ്ങുവാൻ ഇടയാക്കണമേ. സന്തോഷത്തോട് ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഭവനവും പരിസര ഇത്തക്കാട്ടുകളെ മറയ്ക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.